ന്യൂഡൽഹി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പത്തിയൂർക്കാല സ്വദേശിനി ഡോക്ടർ പൂജ രാജിനെ BDJS കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ P. പ്രദീപ് ലാൽ, അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂഡൽഹിയിലെ ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ പൂജ രാജിനെ BDJS കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ P. പ്രദീപ് ലാൽ, അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. BDJS ജില്ലാ സെക്രട്ടറി സതീഷ് കായംകുളം, ജില്ലാ വൈസ് പ്രസിഡന്റ് PS സുരേഷ് ബാബു, മണ്ഡലം പ്രസിഡന്റ് PS ബേബി, വൈസ് പ്രസിഡന്റ് വിശ്വലാൽ പത്തിയൂർക്കാല എന്നിവർ പങ്കെടുത്തു. ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും MBBSൽ ഉന്നത വിജയം നേടിയ പൂജ രാജിനെ അനുമോദിക്കുന്ന ചടങ്ങാണ് BDJSന്റെ നേതൃത്വത്തിൽ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് BDJSന്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, അതേപോലെ തന്നെ BDJSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കഴിഞ്ഞ തവണ കായംകുളം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശ്രീ P. പ്രദീപ് ലാൽ, നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് PS ബേബി അവർകൾ, അതേപോലെ തന്നെ ജില്ലയുടെ ഭാരവാഹിയായിട്ടുള്ള സുരേഷ് കായംകുളം, വിശ്വലാൽ പത്തിയൂർക്കാല അടക്കമുള്ളവരാണ്. ഈ ഉന്നത വിജയം നേടിയ പ്രിയ വിദ്യാർത്ഥിക്ക്, നമ്മളുടെ സഹോദരിക്ക് ഈ ഒരു അനുമോദനം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. ഭാരത് ധർമ്മ ജനസേന എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് എന്നും അനുമോദനങ്ങൾ നൽകുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികളുടെ ഉന്നമനമാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനം. വിമുക്ത ഭടനായ പത്തിയൂർക്കാല വിജയസദനത്ത് രാജീവിൻ്റെയും ഹയർ സെക്കൻഡറി അധ്യാപിക ബീന K. നായരുടെയും മകളാണ് പൂജ രാജ്. പവിത്ര രാജ് സഹോദരിയാണ്. ഇവളുടെ ഒരു വലിയ എയിമായിരുന്നു അവൾക്ക് MBBS അതായത് നല്ലൊരു ഡോക്ടറായിട്ട് സമൂഹത്തിന് നല്ല സേവനം ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു കൊച്ചിലേ മുതലേ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം അവൾക്ക് നീറ്റ് എഴുതിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് നിരാശയായി. പക്ഷേ ഞാനപ്പോൾ അവളോട് ഒത്തിരി ബാക്കിലോട്ടാക്കിയായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ല, എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് കഠിന പ്രയത്നത്തിലൂടെ തന്നെയാണ്. അതിൻ്റെ പിറകെ അമ്മുമ്മയുടെയും അപ്പൂപ്പൻ്റെയും ഒരുപാട് എൻകറേജ്മെൻറ്റുകളും അവരെല്ലാം ഇതിന് പിന്നിലുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല അച്ഛനും അനിയത്തി എല്ലാം അതിനുവേണ്ടി അവളെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അവൾ ഇനി ഉയരങ്ങളിലെത്തിയത് അവളുടെ കഷ്ടപ്പാടിൻ്റെ വലിയ വിലയാണ്. അതുകൊണ്ട് അവൾ ഇനി ഉയരങ്ങളിൽ എത്താൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ വന്ന് ഇത് നടത്തിയതിന് വളരെയേറെ താങ്ക്സ്. ഏറ്റവും കൂടുതൽ താങ്ക്സ് ലാലിനാണ്. ഇപ്പോഴും അവളെ എൻകറേജ് ചെയ്യുമായിരുന്നു. വെരി വെരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. CDNet ന്യൂസ് കായംകുളം.